ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ വീഡിയോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ. ഐ വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. TVK തമിഴക വെട്രിക്കളകം തളപതി വിജയ്. അപ്പോൾ തമിഴ്നാട് പൊളിറ്റിക്സിനെ കുറിച്ച് നോക്കുമ്പോൾ നാൾക്ക് നാൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട് പൊളിറ്റിക്സാണ് കൂടുതലും ത്രില്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം വിജയുടെ കടന്നുവരവോടുകൂടി ഭരണ പാർട്ടിയായ DMK, പ്രതിപക്ഷം ADMK, BJP, സീമാൻ്റെ നാം തമിഴർ കക്ഷി, പിന്നെ മറ്റ് കക്ഷികൾ, ചെറു പാർട്ടികൾ. അപ്പോൾ ഈ ഒരു ഗണത്തിലേക്കാണ് പുതിയ കക്ഷിയായിട്ട്, പുതിയ പാർട്ടിയായിട്ട് TVKയുടെ കടന്നുവരവ്. വന്ന് 2 വർഷം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ വലിയൊരു ഓളം സൃഷ്ടിക്കുവാനായിട്ട് വിജയ്ക്കും കൂട്ടർക്കും സാധിച്ചു വന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണെന്ന് പറയാം. തമിഴ്നാട്ടിൽ ഇന്നലെ, അതായത് ശനിയാഴ്ച, സംസ്ഥാന പര്യടനം വിജയ് ആരംഭിക്കുകയുണ്ടായി. എല്ലാ ശനിയാഴ്ചയും, അതായത് ആഴ്ചയിലെ എല്ലാ ശനിയാഴ്ചയുമാണ് വിജയ് സംസ്ഥാന പര്യടനം നടത്തുക. ഫസ്റ്റ് തിരുച്ചിയിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. വലിയൊരു ക്രൗഡായിരുന്നു വിജയെ സ്വീകരിക്കുവാനായിട്ട് അവിടെ എത്തിയത്. അതായത് തിരുച്ചി വിമാനത്താവളത്തിൽ നിന്നും 7 കിലോമീറ്റർ അല്ല, ഒരു 8 കിലോമീറ്ററിന് മേളിലായിരുന്നു വിജയ് ആദ്യം സംസാരിക്കേണ്ട സ്ഥലം. അതായത് 10:30 സംസാരിക്കാൻ എന്നൊരു പ്ലാനായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ ഏകദേശം തിരുച്ചി വിമാനത്താവളത്തിൽ നിന്നും ആദ്യം സംസാരിക്കേണ്ട ആ ഒരു സ്ഥലത്തേക്ക്, അതായത് ഒരു 8-9 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ സ്ഥലത്തേക്ക് എത്തുവാൻ തന്നെ ഏകദേശം 3-4 മണിക്കൂറുകളിലേറെ എടുത്തു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം അത്രയ്ക്ക് ക്രൗഡായിരുന്നു. ക്രൗഡ് കാരണം വിജയ്ക്ക് പ്രത്യേകം ഏർപ്പെടുത്തിയിരിക്കുന്ന വാഹനം വളരെ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിപ്പോയതും. അത് മണിക്കൂറുകളെടുത്തു. 10:30 സംസാരിക്കേണ്ട വിജയ് 2:45, ഏകദേശം 2:30 ശേഷമാണ് അദ്ദേഹം സംസാരിച്ചത് തന്നെ. സംസാരിച്ചപ്പോൾ ഫസ്റ്റ് മൈക്കിൻ്റെ പ്രോബ്ലവും അതോടൊപ്പം ആംബുലൻസിൻ്റെ ശബ്ദവും കാരണമൊന്നും ഒട്ടും കേൾക്കാൻ വയ്യ. പക്ഷേ അതൊക്കെ എന്തോ നല്ല കോൺട്രവേഴ്സിയായി മാറിയിരിക്കുകയാണെന്ന് പറയാം. കാരണം മൈക്കിൻ്റെ ആ ഒരു സംഭവം, പിന്നെ ആംബുലൻസ് അതിൻ്റെ ശബ്ദവുമൊക്കെ മറ്റു പാർട്ടിക്കാർ മുൻകൂട്ടി ചെയ്ത ചതിയ കാര്യങ്ങളെന്നൊക്കെയാണ് TVK പ്രവർത്തകരൊക്കെ പറയുന്നത്. അതുപോലെ കുറേ കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുവാനായിട്ട് സാധിച്ചു. പിന്നെ തമിഴ്നാട് മീഡിയാസിലൊക്കെ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം രാത്രിയാണെങ്കിലും രാവിലെ തൊട്ട് രാത്രി വരെ ആ ക്രൗഡ് ഇങ്ങനെ വിജയെ പിന്തുടർന്നുവെന്ന് ഓരോ സ്ഥലത്ത്, അല്ലെങ്കിൽ 3 സ്ഥലങ്ങളിലായിട്ടാണ് പരിപാടി ക്രമീകരിച്ചിരുന്നത്. 3 സ്ഥലങ്ങളിലും വലിയ ജനാവലിയാണ് വിജയെ സ്വീകരിക്കുവാനായിട്ട് എത്തിയിരുന്നത്. ലാസ്റ്റ് ഒരു 8 മണിക്ക് ശേഷം അദ്ദേഹം വീണ്ടും സംസാരിച്ചു. അതൊക്കെ വളരെ വ്യക്തമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. DMK സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു, BJPയെ രൂക്ഷമായി വിമർശിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതായത് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാലിനെ അങ്കിളെന്ന് വിളിച്ചപ്പോൾ വലിയ വിമർശനമാണ് തമിഴ്നാട്ടിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അദ്ദേഹത്തെ അങ്കിളെന്ന് വിളിക്കാതെ സാറെന്ന് വിളിച്ചതും വളരെ ശ്രദ്ധേയമായ കാര്യമായി. ഏതായാലും തമിഴ്നാട് പൊളിറ്റിക്സ് വളരെ ത്രില്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയുമാണ് അദ്ദേഹം ഈ സംസ്ഥാന പര്യടനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ശനിയാഴ്ച അദ്ദേഹത്തിന് വളരെ വ്യക്തമായൊരു ഐഡിയ ആണെന്ന് പറയാം. കാരണം ശനിയാഴ്ച അദ്ദേഹം ഇങ്ങനെയൊരു ജനങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു. അത് ആ ഒരു പിറ്റേ ദിവസം അന്നും, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ചയും ഫുള്ള് മാധ്യമങ്ങളിൽ ഇത് ഡിബേറ്റ് ആയിരിക്കും, തമിഴ്നാട് മാധ്യമങ്ങളിൽ. അതിനുശേഷം തിങ്കൾ ചൊവ്വ ബുധനും ഈ ഡിബേറ്റ് നടക്കുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് കുറയുമ്പോൾ വ്യാഴം വെള്ളിയായിട്ട് വീണ്ടും ഒന്ന് ഡൗൺ ആകുമ്പോൾ വീണ്ടും ശനിയാഴ്ച അടുത്ത സിറ്റിയിൽ വീണ്ടും പര്യടനം. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വിജയ് മീഡിയാസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആ ഒരു പോപ്പുലാരിറ്റിക്കും ഒക്കെ വലിയ കാരണമാകും. ഏതായാലും വളരെ ഐഡിയാപരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ. ഏതായാലും ഇദ്ദേഹത്തെ കാണാൻ വന്ന ആ ഒരു ക്രൗഡ് വോട്ടായിട്ട് മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും വലിയൊരു ക്രൗഡ് പുള്ളറായിട്ടാണ് വിജയ് ഇങ്ങനെ. സിനിമയിൽ അദ്ദേഹം വലിയൊരു ക്രൗഡ് പുള്ളറായിരുന്നു, രാഷ്ട്രീയത്തിലും അദ്ദേഹം വലിയൊരു ക്രൗഡ് പുള്ളറായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് സിനിമയെ സംബന്ധിച്ച ഒരു സിനിമാടനെ കാണാൻ വന്ന ജനമാണോ അത് വോട്ടായി മാറുമോ എന്നത് അടുത്ത വർഷം കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.